വറ്റുന്ന ജലസ്രോതസ്സുകൾ തിരിച്ചുപിടിക്കാൻ സുജലം പദ്ധതിയുമായി കൊല്ലം ജില്ലാ പഞ്ചായത്ത്. ഗ്രാമീണ മേഖലയിലെ കുളങ്ങൾ കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഉതകും വിധം നവീകരിക്കുന്ന പദ്ധതി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടപ്പിലാക്കി വരികയാണ്. ഈ ചിത്രങ്ങൾ കൊല്ലം കുമ്മിൾ ശിവപാർവതി ക്ഷേത്രക്കുളം നവീകരിക്കുന്നതിന് മുമ്പും നവീകരിച്ചതിന് ശേഷവും എടുത്തത്. ഇങ്ങനെ നാശോന്മുഖമായ ജലസ്രോതസ്സുകൾ കണ്ടെത്തി പുനർജീവിപ്പിക്കുകയാണ് സുലജം പദ്ധതിയിലൂടെ. എക്കലടിഞ്ഞ് ആഴം കുറഞ്ഞ് വർഷങ്ങളായി വറ്റിവരണ്ട കുളങ്ങൾ ചെളി നീക്കം ചെയ്ത് പടവുകളും ചുറ്റുമതിലും നിർമ്മിച്ചു. 15 മുതൽ 20 കുളങ്ങളാണ് പ്രതിവർഷം നവീകരിക്കുക. കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ഏകദേശം 40 കോടി രൂപ ചെലവഴിച്ച് 200ഓളം കുളങ്ങൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പുനരുദ്ധരിച്ച് നാടിന് സമർപ്പിച്ചു. 2018 പദ്ധതി തുടങ്ങുമ്പോൾ ഇവയിൽ പലതും വെള്ളമില്ലാതെ വറ്റുവരണ്ട് കാടുകയറിയും നാശത്തിന്റെ വക്കിലായിരുന്നുവെന്നും കാർഷിക ആവശ്യങ്ങൾക്കും ഭൂഗർഭജലം പിടിച്ചു നിർത്താനുമാണ് കുളങ്ങൾ നവീകരിക്കാൻ നടപടി സ്വീകരിച്ചതെന്നും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ആ ജലസംരക്ഷണം എത്രമാത്രം അതിൻ്റെ ഔട്ട്പുട്ട് വരുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 6-7 വർഷമായിട്ട് ജില്ലയിലെ കുളങ്ങൾ തിരഞ്ഞെടുത്ത് അത് സംരക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിരവധി കുളങ്ങൾ, ഒരു 100-നടുത്ത് കുളങ്ങൾ ഈ സുജലം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിൽ നവീകരിച്ചിട്ടുണ്ട്. ശരാശരി 50 മുതൽ 100 ഗുണഭോക്താക്കൾ നവീകരിച്ച ഓരോ കുളത്തിനുമുണ്ട്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഫലമെന്നോണം കുളങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിലെ കിണറുകളിൽ ജലം ഇപ്പോൾ ലഭ്യമാണ്. പദ്ധതിയുടെ ഭാഗമായി ഓരോ കുളവും മണ്ണെടുത്ത് ആഴം കൂട്ടി വെള്ളം എത്താനുള്ള സൗകര്യം, അധിക ജലം പുറത്തേക്ക് ഒഴുകാനുള്ള സംവിധാനം, കൃഷിക്കാവശ്യമായ വെള്ളം നൽകാൻ റെഗുലേറ്റർ വാൽവ് എന്നിവയും നിർമ്മിച്ചു. ശുചീകരിച്ച കുളങ്ങൾ വീണ്ടും മാലിന്യം നിറയാതെ സംരക്ഷിക്കാൻ അതാത് ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ചുമതല. ഓരോ വർഷവും 4 കോടി രൂപ പദ്ധതിക്കായി കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി വിഹിതത്തിൽ നിന്ന് വകയിരുത്തുകയും ചെയ്തു. നിലവിലെ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, വരും തലമുറയ്ക്ക് കൂടിയാണ് ഈ കരുതൽ. അതാണ് ജില്ലാ പഞ്ചായത്തിന്റെ സുലജം പദ്ധതി. ഇത് നാളെയുടെ മരുഭൂമിയാകാതിരിക്കാനുള്ള ഒരു കരുതൽ. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.